കേരള ലോട്ടറിയുടെ പേരിൽ വ്യാപകമായി തട്ടിപ്പ് നടക്കുന്നുവെന്ന അറിയിപ്പുമായി കേരള പോലീസ്. കേരള ലോട്ടറിയുടെ പേരും ലോഗോയും ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള വെബ്സൈറ്റും രൂപകൽപ്പന ചെയ്തുകൊണ്ടാണ് തട്ടിപ്പ് നടത്തുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി കേരള പോലീസ് രംഗത്തെത്തിയത്. മെഗാ ബമ്പർ ധമാക്ക ഓഫർ, 25 കോടി സമ്മാനം, കേരള ഭാഗ്യക്കുറി, ഓൺലൈൻ ബുക്കിംഗ് തുടങ്ങിയ പ്രലോഭനകരമായ പരസ്യവാചകങ്ങൾ നൽകിയാണ് തട്ടിപ്പുകാർ പൊതുജനങ്ങളെ ആകർഷിക്കുന്നത്. പരസ്യത്തിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കോ സർക്കാർ ചിഹ്നവും ലോഗോയും ഉപയോഗിച്ചുണ്ടാക്കിയ കേരള സംസ്ഥാന ലോട്ടറിയുടെ പേരിലുള്ള വ്യാജ വെബ്സൈറ്റുകളിലേക്കോ എത്തിക്കുന്നു. തുടർന്ന് വിജയസാധ്യതയുള്ളതായി അവകാശപ്പെടുന്ന ചില ലോട്ടറി നമ്പറുകൾ പ്രസിദ്ധീകരിച്ച് വിശ്വാസം നേടിയെടുക്കുന്നു. ലോട്ടറി എടുപ്പിച്ച ശേഷം റിസൾട്ട് പരിശോധിക്കുക എന്ന പേരിൽ മൊബൈൽ നമ്പർ നൽകാൻ ആവശ്യപ്പെടുകയും നമ്പർ നൽകി കഴിയുമ്പോൾ ഉപയോക്താവിന് സമ്മാനം ലഭിച്ചതായി കാണിച്ച് അഭിനന്ദന സന്ദേശം അയക്കുകയും ചെയ്യുന്നു. തുടർന്ന് സമ്മാനത്തുക ലഭിക്കുന്നതിനായി പേര്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ആധാർ നമ്പർ തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ ആവശ്യപ്പെടുന്നു. സർക്കാർ ലെറ്റർ ഹെഡും ചിഹ്നവും ഉപയോഗിച്ച് തയ്യാറാക്കിയ വ്യാജ ലോട്ടറി രജിസ്ട്രേഷൻ ലെറ്റർ കാണിച്ച് രജിസ്ട്രേഷൻ ഫീ, പ്രോസസിംഗ് ഫീ, GST, ടാക്സ് ക്ലിയറൻസ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുടങ്ങിയ പേരുകളിൽ പണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പണം അയച്ചിട്ടും സമ്മാനത്തുക നൽകാതെ കൂടുതൽ തുക ആവശ്യപ്പെടുന്നവരുമുണ്ടെന്ന് പോലീസ് പറയുന്നു. കേരളത്തിൽ ഓൺലൈൻ വഴി കേരള ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും പൂർണ്ണമായി നിരോധിച്ചിട്ടുള്ളതാണ്. ഫേസ്ബുക്ക്, വാട്സപ്പ്, ടെലിഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെ ലഭിക്കുന്ന ലോട്ടറി പരസ്യങ്ങളും ലിങ്കുകളിലും വിശ്വസിക്കരുത്. കേരള സംസ്ഥാന ലോട്ടറിയുടെ പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയോ പണം അടയ്ക്കുകയോ ചെയ്യരുത്. സമ്മാനം ലഭിച്ചു എന്ന പേരിൽ രജിസ്ട്രേഷൻ ഫീ, പ്രോസസിംഗ് ഫീ, GST, ടാക്സ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുടങ്ങിയവയ്ക്കായി പണം ആവശ്യപ്പെട്ടാൽ അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുക. ബാങ്ക് അക്കൗണ്ട് നമ്പർ, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ, OTP, UPI പിൻ, ആധാർ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ അപരിചിതരുമായി പങ്കുവയ്ക്കരുത്. ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പിന് ഇരയായാൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കോ www.cybercrime.gov.in എന്ന സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലേക്കോ ബന്ധപ്പെടുക.